നമസ്കാരം. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായ നീരവ് മോദിയെ ഇന്ത്യക്ക് വിട്ടുനൽകാനുള്ള നിയമ നടപടികൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു. തന്നെ ഇന്ത്യയിലേക്ക് നാടുകടത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നീരവ് മോദി ഇപ്പോൾ യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. CBI ഉദ്യോഗസ്ഥർ ലണ്ടനിലെത്തി കൈമാറ്റത്തിനുള്ള അന്തിമ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെയാണ് ഈ പുതിയ നീക്കം. ലണ്ടൻ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ തള്ളപ്പെട്ടതോടെ നീരവ് മോദിയുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര ഉറപ്പായതായിരുന്നു. ഇന്ത്യക്ക് കൈമാറണമെന്ന മുൻവിധി പരിശോധിക്കണമെന്ന അദ്ദേഹത്തിന്റെ അപേക്ഷ മാർച്ച് 25-നാണ് കോടതി നിരസിച്ചത്. ഇതോടെ നിയമപരമായ എല്ലാ പഴുതുകളും അടഞ്ഞുവെന്ന് കരുതിയെങ്കിലും അന്താരാഷ്ട്ര തലത്തിലുള്ള മനുഷ്യാവകാശ നിയമങ്ങളെ കൂട്ടുപിടിച്ച് രക്ഷപ്പെടാനാണ് ഇപ്പോൾ നീരവ് മോദി ശ്രമിക്കുന്നത്. യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയിൽ അപേക്ഷ നൽകിയ സാഹചര്യത്തിൽ കോടതിയുടെ അന്തിമ തീരുമാനം വരുന്നതുവരെ ബ്രിട്ടീഷ് സർക്കാരിന് അദ്ദേഹത്തെ കൈമാറാൻ കഴിയില്ല. സാധാരണഗതിയിൽ ഇത്തരം അപേക്ഷകളിൽ 48 മണിക്കൂറിനുള്ളിൽ കോടതി പ്രാഥമിക വിധി പറയാറുണ്ട്. എന്നാൽ കേസിന്റെ ഗൗരവം പരിഗണിച്ച് ബ്രിട്ടീഷ് അധികൃതരിൽ നിന്ന് കൂടുതൽ വിവരം തേടിയാൽ നടപടികൾ നീണ്ടുപോയേക്കാം. എന്തുകൊണ്ടാണ് നീരവ് മോദി ഇന്ത്യയിലേക്ക് വരാൻ മടിക്കുന്നത്? തന്റെ മാനസികാരോഗ്യം മോശമാണെന്നും ഇന്ത്യയിലെ ജയിലുകളിലെ സാഹചര്യം പരിതാപകരമാണ് എന്നുമാണ് നീരവ് മോദി ലണ്ടൻ കോടതികളിൽ ഉന്നയിക്കുന്ന പ്രധാന വാദങ്ങൾ. ഇന്ത്യയിലെ ജയിലിൽ താൻ സുരക്ഷിതനായിരിക്കില്ലെന്നും മതിയായ ചികിത്സ ലഭിക്കില്ലെന്നും അദ്ദേഹം ആരോപിക്കുന്നു. എന്നാൽ മുംബൈയിലെ ആർത്തർ റോഡ് ജയിലിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും നീരവ് മോദിയുടെ മാനസികാരോഗ്യം സുരക്ഷയും സംരക്ഷിക്കപ്പെടുമെന്നും ഇന്ത്യൻ സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. നീരവ് മോദിയെ വിട്ടു നൽകാൻ ബ്രിട്ടീഷ് കോടതികൾ അനുമതി നൽകിയതിന് പിന്നാലെ CBIയും EDയും നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. CBIയുടെ ഉന്നത ഉദ്യോഗസ്ഥർ നിലവിൽ ലണ്ടനിലുമുണ്ട്. സാങ്കേതികമായ എല്ലാ കടമ്പകളും കടന്ന് എത്രയും വേഗം ഇയാളെ ഇന്ത്യയിലെത്തിച്ച് നിയമത്തിന് മുന്നിൽ ഹാജരാക്കുക എന്നതാണ് അന്വേഷണ ഏജൻസികളുടെ ലക്ഷ്യം. കേസിന്റെ പശ്ചാത്തലം നോക്കിയാൽ 13,000 കോടിയിലധികം രൂപയുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് നടത്തി 2018-ലാണ് നീരവ് മോദിയും കുടുംബവും ഇന്ത്യ വിട്ടത്. തുടർന്ന് 2019 മാർച്ച് 19-ന് ലണ്ടനിൽ വെച്ച് ഇയാൾ അറസ്റ്റിലായി. അന്നു മുതൽ വാൻസ്വർത്ത് ജയിലിൽ കഴിയുന്ന നീരവ് മോദി തന്നെ ഇന്ത്യക്ക് വിട്ടുകിട്ടാനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ നീക്കങ്ങളെ ഓരോ ഘട്ടത്തിലും നിയമപരമായി എതിർത്തു പോരുകയായിരുന്നു. യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയുടെ തീരുമാനം എന്തായിരിക്കണം എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ നീണ്ട നിയമയുദ്ധത്തിന്റെ ഭാവി. ഇന്ത്യൻ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം നീരവ് മോദിയെ തിരിച്ചെത്തിക്കുന്നത് വലിയൊരു വിജയമായിരിക്കും. യൂറോപ്യൻ കോടതിയുടെ പരിഗണനയിലുള്ള ഈ അപേക്ഷയിൽ അനുകൂലമായ വിധി ലഭിച്ചില്ല എങ്കിൽ നീരവ് മോദിക്ക് ഇന്ത്യയിലേക്ക് മടങ്ങുകയല്ലാതെ മറ്റു വഴികൾ ഉണ്ടാകില്ല. അതേസമയം കേസ് പഠിക്കാനോ ബ്രിട്ടീഷ് സർക്കാരിനോട് കൂടുതൽ രേഖകൾ ചോദിക്കാനോ കോടതി തീരുമാനിച്ചാൽ CBIയുടെ നടപടികൾക്ക് വീണ്ടും കാത്തിരിക്കേണ്ടി വരും. ഇന്ത്യ കാത്തിരിക്കുന്നത് കോടികളുടെ വെട്ടിപ്പ് നടത്തിയ ഒരു കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ്. ഇന്ത്യൻ ബാങ്കിംഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നായ പഞ്ചാബ് നാഷണൽ ബാങ്ക് കേസ് ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. രാജ്യം വിട്ട വജ്രവ്യാപാരി നീരവ് മോദി തന്നെ ഇന്ത്യക്ക് കൈമാറുന്നത് തടയാൻ അവസാന ശ്രമമെന്ന നിലയിൽ യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ലണ്ടൻ ഹൈക്കോടതിയിൽ നിന്നേറ്റ കനത്ത തിരിച്ചടികൾക്ക് പിന്നാലെയാണ് ഈ നീക്കം. 2018-ന്റെ തുടക്കത്തിലാണ് ഇന്ത്യ നടുക്കിയ ആ വാർത്ത പുറത്തുവരുന്നത്. നീരവ് മോദിയും അമ്മാവൻ മെഹുൽ ചോക്സിയും ചേർന്ന് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ മുംബൈയിലുള്ള ബ്രാഡി ഹൗസ് ശാഖ വഴി 13,000 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു അത്. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഉപയോഗിച്ചായിരുന്നു ഈ തട്ടിപ്പ്. വിദേശത്തെ ബാങ്കുകളിൽ നിന്ന് പണം പിൻവലിക്കാൻ ബാങ്ക് നൽകുന്ന ഗ്യാരണ്ടിയാണ് ഇവർ ദുരുപയോഗം ചെയ്തത്. വാർത്ത പുറത്തു വരുന്നതിന് തൊട്ടു പിന്നാലെ നീരവ് മോദി കുടുംബത്തോടൊപ്പം ഇന്ത്യ വിട്ടു. നീരവ് മോദി ലണ്ടനിൽ ആഡംബര ജീവിതം നയിക്കുന്ന വീഡിയോ പുറത്തു വന്നതോടെയാണ് അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ശക്തമായത്. തുടർന്ന് 2019-ൽ ലണ്ടനിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ലണ്ടനിലെ വാൻസ്വർത്ത് ജയിലിലാണ് നീരവ് മോദി കഴിയുന്നത്. ജാമ്യം ലഭിക്കാനായി കോടിക്കണക്കിന് രൂപ കെട്ടിവെക്കാൻ തയ്യാറാണെന്നും വീട്ടുതടങ്കലിൽ കഴിയണമെന്നും അദ്ദേഹം പലതവണ കോടതിയിൽ ബോധിപ്പിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ഇന്ത്യയിലെ ജയിലുകൾ സുരക്ഷിതമല്ലെന്നും അവിടെ തന്നെ പീഡിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിഭാഷകരുടെ പ്രധാന വാദം. തന്റെ കൈമാറ്റത്തിനെതിരെ നീരവ് മോദി നൽകിയ അപ്പീലുകൾ ഓരോന്നായി കോടതി തള്ളി. ഏറ്റവും ഒടുവിൽ മാർച്ച് 25-ന് ലണ്ടൻ ഹൈക്കോടതി ഇയാളുടെ അപ്പീൽ നിരസിച്ചു. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിലും ജയിൽ സംവിധാനങ്ങളിലും വിശ്വാസമുണ്ടെന്ന് കോടതി നിരീക്ഷിക്കുകയായിരുന്നു. ഇതോടെയാണ് CBI ED സംഘങ്ങൾ ലണ്ടനിലേക്ക് വിമാനം കയറിയത്. ബ്രിട്ടനിലെ ആഭ്യന്തര കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിക്കാത്ത സാഹചര്യത്തിൽ കുറ്റവാളികൾക്ക് അഭയം തേടാവുന്ന അവസാന ഇടമാണിത്. മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളിലേക്ക് ഒരാളെ നാട് കടത്തുന്നത് തടയാൻ ഈ കോടതിക്ക് അധികാരമുണ്ട്. റൂൾ 39 ഈ ചട്ടപ്രകാരം അടിയന്തര സാഹചര്യങ്ങളിൽ നാടുകടത്തൽ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ കോടതിക്ക് ഉത്തരവിടാം. സാധാരണയായി 48 മണിക്കൂറിനുള്ളിൽ ഇത്തരം ഹർജികൾ പ്രാഥമിക തീരുമാനം വരാറുമുണ്ട്. ഇന്ത്യയുടെ നീക്കങ്ങൾ ആർതർ റോഡ് ജയിലിൽ ഒരുങ്ങുകയാണ്. നീരവ് മോദിയെ പാർപ്പിക്കാനായി മുംബൈയിലെ ആർതർ റോഡ് ജയിലിൽ പ്രത്യേക സെൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. 12-ാം നമ്പർ ബാരക്കിലായിരിക്കും ഇയാളെ പാർപ്പിക്കുക. അന്താരാഷ്ട്ര മനുഷ്യാവകാശ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. ഇന്ത്യൻ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം നീരവ് മോദിയെ എത്തിക്കുന്നത് കേവലം ഒരു അറസ്റ്റ് മാത്രമല്ല, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തി നാടുവിടുന്നവർക്കുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്.
യൂറോപ്യൻ കോടതിയുടെ ഇടപെടൽ എത്രത്തോളം നീണ്ടു നിൽക്കും എന്നതാണ് ഇനി അറിയേണ്ടത്. കോടതി ബ്രിട്ടീഷ് സർക്കാരിനോട് വിശദീകരണം തേടുകയാണെങ്കിൽ CBI സംഘത്തിന് ലണ്ടനിൽ കൂടുതൽ കാലം തുടരേണ്ടി വരും. എങ്കിലും നീരവ് മോദിയുടെ എല്ലാ വാദങ്ങളും ഓരോന്നായി തകരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇന്ത്യയിലെ നിയമത്തിന് മുന്നിൽ ഹാജരാകേണ്ടി വരുമെന്ന് തന്നെയാണ് നിയമവിദഗ്ധർ കരുതുന്നത്. എങ്ങനെയെല്ലാമാണ് ലോൺ ലഭിച്ചതെന്ന വിശദീകരണം, അദ്ദേഹത്തിന് ഇപ്പോഴത്തെ അവസ്ഥയും കേസുമായുള്ള ബന്ധവും, ബ്രിട്ടനുമായുള്ള ചർച്ചകൾ, ഈ തട്ടിപ്പ് ഇന്ത്യൻ ബാങ്കിംഗ് മേഖല എങ്ങനെ സ്വാധീനിച്ചു, ആഗോള വജ്ര വ്യാപാരത്തിൽ നിന്നുള്ള വീഴ്ച, ഇവയെല്ലാം കോടതി പരിഗണിക്കും. ഒരു കാലത്ത് ലോകപ്രശസ്തമായ റെഡ് കാർപ്പറ്റുകളിൽ തിളങ്ങുന്ന പേരായിരുന്നു നീരവ് മോദിയുടേത്. ഹോളിവുഡ് താരങ്ങളും ഇന്ത്യൻ സിനിമാ ലോകത്തെ പ്രമുഖരും ഇയാളുടെ വജ്രാഭരണങ്ങൾ അണിയാൻ മത്സരിച്ചിരുന്നു. ന്യൂയോർക്കിലെ 5th അവന്യൂവിലും ലണ്ടനിലെ ബോർഡ് സ്ട്രീറ്റിലും ഷോറൂമുകൾ ഉണ്ടായിരുന്ന ഒരു ശതകോടീശ്വരൻ ഇന്ന് വാൻസ്വർത്ത് ജയിലിലെ ഒരു സാധാരണ തടവുകാരനായി മാറിയത് കാലത്തിന്റെ കാവ്യനീതിയാണ്. സാമ്പത്തിക താൽപര്യങ്ങൾക്കായി ബാങ്കിംഗ് സംവിധാനം ദുരുപയോഗം ചെയ്യുന്നവർക്ക് ലോകത്തെവിടെ പോയാലും നിയമത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല എന്നതിന്റെ തെളിവ് കൂടിയാണിത്. ബ്രിട്ടീഷ് കോടതികളിൽ നീരവ് മോദി ഉയർത്തിയ ഏറ്റവും വലിയ പ്രതിരോധം ഇന്ത്യയിലെ ജയിലുകളുടെ മോശം അവസ്ഥയായിരുന്നു. മുംബൈയിലെ ആർദർ റോഡ് ജയിലിൽ ജനക്കൂട്ടവും ശുചിത്വമില്ലായ്മയും ഉണ്ടെന്നും അവിടെ തനിക്ക് ജീവഹാനി സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും ഇയാൾ വാദിച്ചു. എന്നാൽ ഈ വാദങ്ങളെ ഖണ്ഡിക്കാൻ ഇന്ത്യൻ സർക്കാർ ജയിലിന്റെ വീഡിയോകളും ദൃശ്യങ്ങളും കൃത്യമായ സൗകര്യങ്ങളുടെ റിപ്പോർട്ടും കോടതിയിൽ ഹാജരാക്കി. നീരവ് മോദിക്കായി പ്രത്യേക സെല്ലും ശുചിമുറിയും വീഡിയോ കോൺഫറൻസിംഗ് സൗകര്യവും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ഇന്ത്യ ലണ്ടൻ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തി. നീരവ് മോദി കേസ് വെറും ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ് മാത്രമല്ല, ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിലെ വലിയൊരു സുരക്ഷാ പഴുതിനെ കൂടിയാണ് തുറന്നുകാട്ടുന്നത്. സ്വിഫ്റ്റ് മെസ്സേജിംഗ് സംവിധാനവും ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനും തമ്മിൽ ബന്ധിപ്പിക്കാത്തതിന്റെ വീഴ്ചയാണ് വർഷങ്ങളോളം ഈ തട്ടിപ്പ് തുടരാൻ ഇവർക്ക് സഹായകരമായത്. ഈ സംഭവത്തിന് ശേഷം ഇന്ത്യയിലെ ബാങ്കുകൾ തങ്ങളുടെ ഇടപാടുകളിൽ കൂടുതൽ കർശനമായ ഓഡിറ്റിംഗും സാങ്കേതിക പരിശോധനകളിൽ ഏർപ്പെടുത്താൻ നിർബന്ധിതരായി. യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയിലേക്ക് നീരവ് മോദി നീങ്ങിയത് ഒരു ഡിലേയിങ് ടാക്ടിക്സ് അഥവാ നടപടികൾ വൈകിപ്പിക്കാനുള്ള തന്ത്രമായാണ്. പല നിയമവിദഗ്ധരും ഇതിനെ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു ബുദ്ധിപരമായ ഒരു നീക്കമാണിതെന്നാണ്. ബ്രിട്ടനിലെ നിയമപരമായ എല്ലാ അപ്പീലുകളും തീർന്ന സാഹചര്യത്തിൽ ഈ രാജ്യാന്തര കോടതിയുടെ ഇടപെടൽ മാത്രമാണ് ഇയാളുടെ അവസാന പ്രതീക്ഷ. എങ്കിലും ഒരു ജനാധിപത്യ രാജ്യമായി ഇന്ത്യയിലേക്ക് നാടുകടത്തുന്നതിനെ മനുഷ്യാവകാശ ലംഘനമായി കോടതി കാണാൻ സാധ്യത കുറവാണെന്നാണ് CBI അധികൃതർ കണക്കുകൂട്ടുന്നത്. നീരവ് മോദിയെ ഇന്ത്യക്ക് വിട്ടു നൽകണമെന്ന കീഴ്ക്കോടതി വിധി ചോദ്യം ചെയ്ത് സമർപ്പിച്ച അപ്പീൽ മാർച്ച് 25-ന് ലണ്ടൻ ഹൈക്കോടതി തള്ളിയിരുന്നു. തന്റെ മാനസികാരോഗ്യം മോശമാണെന്നും ഇന്ത്യയിലെ ജയിലുകളിൽ താൻ സുരക്ഷിതനായിരിക്കില്ല എന്നുമുള്ള നീരവ് മോദിയുടെ വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല. ഇന്ത്യൻ സർക്കാർ നൽകിയ സുരക്ഷാ ഉറപ്പുകളിൽ വിശ്വാസമുണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി അപ്പീൽ തള്ളിക്കൊണ്ട് കൈമാറ്റത്തിന് പച്ചക്കൊടി കാട്ടുകയായിരുന്നു. ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ CBI, ED എന്നിവരുടെ പ്രത്യേക സംഘം ലണ്ടനിലെത്തിയിരുന്നു. ഇയാളെ വിമാനമാർഗം ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കാനിരിക്കെയാണ് അവസാന തന്ത്രം എന്ന നിലയിൽ നീരവ് മോദി യൂറോപ്യൻ കോടതിയുടെ വാതിലിൽ മുട്ടുന്നത്. യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയിൽ അപേക്ഷ നൽകിയതോടെ നീരവ് മോദിക്ക് ഉടനെ ലണ്ടൻ വിടാനാകില്ല എന്നാണ് നിയമവിദഗ്ധർ നൽകുന്ന സൂചന. മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ നാടുകടത്തൽ നടപടികൾ നിർത്തിവെക്കാൻ ഉത്തരവിടാൻ ഈ കോടതിക്ക് അധികാരവുമുണ്ട്. സാധാരണയായി ഇത്തരം അപേക്ഷകളിൽ കോടതി 48 മണിക്കൂറിനുള്ളിൽ പ്രാഥമിക വിധിയും പറയാറുണ്ട്. കോടതി ബ്രിട്ടീഷ് ഹോം ഓഫീസറോട് കൂടുതൽ വിശദീകരണം തേടിയാൽ നടപടികൾ മാസങ്ങളോളം നീണ്ടുപോയേക്കുകയും ചെയ്യാം. അടിയന്തര സാഹചര്യത്തിൽ ഇൻട്രീം മെഷേഴ്സ് എന്ന നിലയിൽ നാടുകടത്തൽ സ്റ്റേ ചെയ്യാൻ കോടതി ഈ റൂൾ ഉപയോഗിക്കാറുണ്ട്. നീരവ് മോദിയെ കൊണ്ടുവന്നാൽ പാർപ്പിക്കാനായി മുംബൈയിലെ ആർതർ റോഡ് ജയിലിലെ 12-ാം നമ്പർ ബാരക് സജ്ജവുമാണ്. അന്താരാഷ്ട്ര തടവുകാർക്കായി നൽകേണ്ട എല്ലാ മാനദണ്ഡങ്ങളും ഇവിടെ പാലിച്ചിട്ടുണ്ടെന്നും ഇന്ത്യ ബ്രിട്ടീഷ് കോടതിയെ നേരത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. 2011-17 വരെയുള്ള കാലയളവിലാണ് നീരവ് മോദിയും അമ്മാവൻ മെഹുൽ ചോക്സിയും ചേർന്ന് PNBയിൽ തട്ടിപ്പ് നടത്തിയത്. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വ്യാജ ലെറ്റർ ഓഫ് അണ്ടർടേക്കിങ്ങുകൾ ഉപയോഗിച്ചാണ് ഇവർ വിദേശത്തെ ബാങ്കുകളിൽ നിന്നും വൻതുക വായ്പയെടുത്തത്. 2018 ജനുവരിയിൽ കേസ് പുറത്തുവരുന്നതിന് തൊട്ടു പിന്നാലെ നീരവ് മോദി രാജ്യം വിട്ടു. തുടർന്ന് 2019 മാർച്ച് 19-ന് ലണ്ടനിലെ ഹൂൺബോൺ മെട്രോ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ഇയാൾ സ്കോട്ട്ലൻഡ് യാർഡിന്റെ പിടിയിലാകുന്നത്. അന്നു മുതൽ വാൻസ്വർത്ത് ജയിലിൽ കഴിയുന്ന ഇയാൾക്ക് ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടുമില്ല. വിജയ് മല്യ, നീരവ് മോദി തുടങ്ങിയ സാമ്പത്തിക കുറ്റവാളികളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നവുമാണ്. രാജ്യം വിട്ടാലും നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല എന്ന ശക്തമായ സന്ദേശം നൽകാൻ ഈ കൈമാറ്റം അത്യാവശ്യമാണ്. ED ഇതിനകം തന്നെ നീരവ് മോദിയുടെ ഇന്ത്യയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ ആസ്തികൾ കണ്ടുകെട്ടുകയും ലേലം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയുടെ വിധി നീരവ് മോദിക്ക് അനുകൂലമാകാൻ സാധ്യത കുറവാണെന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത്. ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനങ്ങളും നീതിന്യായ വ്യവസ്ഥകളും സുതാര്യമാണ് എന്നുള്ളത് മുൻപ് പല കേസുകളിലും അന്താരാഷ്ട്ര കോടതികൾ നിരീക്ഷിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ പുതിയ അപേക്ഷ CBIയുടെ കാത്തിരിപ്പ് അല്പം കൂടി നീട്ടാൻ കാരണമായേക്കാം. യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയുടെ പരിഗണനയിലുള്ള ഈ അപേക്ഷ നീരവ് മോദിയുടെ അവസാനത്തെ കച്ചിത്തുരുമ്പുമാണ്. നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച്
ഉപയോഗിച്ച് എത്രയൊക്കെ സമയം നീട്ടിക്കൊണ്ടുപോയാലും ഒടുവിൽ സത്യത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വരുമെന്നത് ചരിത്ര നിയോഗവുമാണ്. 10,000 കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട ഒരു കുറ്റവാളിയെ തിരികെ എത്തിക്കുന്നത് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ കരുത്ത് തെളിയിക്കുന്ന ഒന്നായിരിക്കും. അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ നിയമയുദ്ധത്തിൽ വിജയം ആർക്കൊപ്പമാകുമെന്നത് ലോകം ഉറ്റുനോക്കുമ്പോൾ നീതി ലഭിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികളും ജനങ്ങളും. ലണ്ടനിലെ ജയിൽ മുറിയിൽ നിന്ന് മുംബൈയിലെ വിചാരണ കോടതിയിലേക്കുള്ള ദൂരം ഇനി കേവലം ഒരു കോടതി വിധിയുടെ അകലത്തിൽ മാത്രമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.